ാന്ന് പ്രൂഫ് കാണിച്ചത്, മനസ്സിലായ? പ്രൂഫാണിത്. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി പ്രൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി പ്രൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായി? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യമാണ്, മനസ്സിലാ? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യം ഇത്. ഇതാ പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമോ? പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമോ? ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് എന്താടാ പ്രൂഫ് വേണ്ടേ? ബാക്കി കാര്യം പറഞ്ഞു കൊടുക്ക്. അല്ല എന്താ ഫുൾ നീ കാര്യം പറഞ്ഞു കൊടുക്കടാ. ഓക്കെ, മമ്മു കൊണ്ടാടാ ശരിക്കും ആരെ കൊണ്ടാടാ? നീയാതെ ഞാൻ ഗൈസ് ഓൾറെഡി ഞാൻ നാറി. കാരണം ഇല്ലാത്തൊരു കുറ്റവും പറഞ്ഞ് ഞാൻ ഷമീറിന് വീഡിയോ കാണിക്കാണ്ടല്ലേ സംസാരിച്ച. പറഞ്ഞു കൊടുക്ക്. ഞാൻ ഞാൻ പറയട്ടെടാ, ഞാൻ അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്. പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ, നിങ്ങള് ഫോട്ടോ കാണിക്കോ? ഒന്നും കാണിക്കൂല. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ. നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാണിക്കൂല. ഫുൾ ഇതിൽ നാളെ കുറച്ചും കൂടി ഇതായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ സേഫ് ആക്കിയിട്ട് നീ ഇതാക്കി നിന്റെ കാര്യം പറ. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ എന്താ ചെയ്തേന്നു? അവിടെ മുത്തേ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു മുമ്പേ കളമശ്ശേരി വീട്ടിൽ നിന്ന് ഇവൻ നമ്മളെ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞത്. ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവന്റെ വായിലിട്ടിട്ടില്ല. അങ്ങനെ നീയാതെ എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാ, എനിക്ക് അത്ര എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ എടാ നായിന്റെ മോനെ ഞാൻ കത്തി ഇവിടെ വെക്കും, കേട്ടടാ? നീ അത്ര തെളിയിക്കാൻ ധൈര്യം തന്തക്ക് പറഞ്ഞവനാണ്. അതായത് എടാ ഞാൻ ഉള്ള മൊത്തത്തിൽ ഞാൻ പറയും. കാരണം ഞാൻ ഓൾറെഡി ഇവൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇവന്റെ സാമാനം ഇവന്റെ ഇതുവാണ് പബ്ലിക്കിലേക്ക് ഇട്ടത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ നിയാദ് എന്ന് പറഞ്ഞ കുണ്ണേ, നീ കള്ള് തന്ന് കല്ലല്ല കല്ലും എല്ലാം നിയാദ് തന്ന്, എല്ലാം തന്ന്. ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു പണി ഇതേപോലത്തെ കൊറേ പെമ്പിള്ളറ ഓനെ ഞങ്ങക്ക് അതിന്റെ ഇത് പറയാൻ പറ്റില്ല. ഞാൻ എന്തെല്ലോ പറഞ്ഞു, എന്താ പറയാ, കൊറേ പെമ്പിള്ളറ പയപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു പെണ്ണ് എടാ ഞാൻ കണ്ടിന് മുത്തേ, ഞാൻ കണ്ടിന്. അതായത് കളമശ്ശേരി വീട്ടിലേക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു മാസം. ഞാൻ പറയട്ടെ, പറയുമ്പോ മൊത്തത്തിൽ പറയണോ, അല്ലാണ്ട് ഒന്ന് മാത്രം പറത്തി പിന്നെ നാളെ മറ്റേത് ഇതാക്കരുന്ന് പറയണം. കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം, പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും, എല്ലാം തന്നെ ഇപ്പം ക്യൂൻസേന് സെറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കല്, ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ലോ മൊത്തം പൊമ്പിളറും കഞ്ചാവും കള്ളും MDMA. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ, ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയാം, ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇതാ നാളെ വരും. ആ എല്ലാ പൊമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. അന്നേരം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചത് ഇവൻ എനിക്ക് കള്ള് തന്നു കേസ്. ഇവൻ കള്ള് തന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ്, ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് എന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച് എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാ അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്നോന്. എന്നോട് ഇവൻ പറയാം, നീയാന്ന് പറയാം എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. ഇവളെന്താ വിചാരിക്ക? പോട്ട് നീ ഒന്ന് ഇതാക്കി തരാൻ, എന്താടാ അതിനെ ഒരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജോ ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽ ആരാ കുണ്ടൻ? നമ്മളാണോ അതോ ഓനാണോ? എടാ ബൈസെക്ഷലാ എടാ തൊപ്പി. ഇതിന്റെ അടുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ മുത്ത, ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത്
ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂവിൽ ആരാടാ പറഞ്ഞത്, മറ്റേ ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമില്ല, അതായത് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് മമ്മൂന വായിലിടിപ്പിച്ചു എന്നുള്ള ഒരു സാധനം, അത് പുറം ലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ, എക്സൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ, അല്ല ഇപ്പോഴത്തെ അല്ല, നീ അതിന് ശേഷമുള്ള ഏതോ ബോയ് ഫ്രണ്ട്, ഓള് വന്നിട്ട് ഓൻ വന്നിട്ട് ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇത് ഉള്ളതാണ് മോനെ. മോനെ ചോദിച്ചോ, പ്രൂഫില്ല ബ്രോ, പ്രൂഫില്ല. അതാ പ്രൂഫ് ഇല്ലാണ്ടായി പോയി. പറയാനേ നമുക്ക് പറ്റൂ. ഈ പറഞ്ഞ പോലെ അപ്പം കുണ്ടൻ സാമാനം എടുക്കുമ്പോ ഇവൻ വീഡിയോ എടുക്കാൻ പറ്റുമോ? കയ്യിലല്ലോ, പറ്റുന്ന ഓഡിയോസ് എല്ലാം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഗൈസ്, വിശ്വസിക്കാൻ പറ്റുന്നവര് വിശ്വസിക്കുക. ഈ കാണുന്ന 44,000 ഇതുണ്ടെങ്കിൽ നിങ്ങളെ പെങ്ങന്മാരെയും നിങ്ങളെ ഉമ്മമാരെയും ഇവന്റെ അടുത്തുനിന്ന് സൂക്ഷിക്കുക. മനസ്സിലായോ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരുത്തനെ ഇവൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ ഈ നന്മ ഇതും കളിക്കുന്നല്ലാണ്ട് ഇവന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തന്നല്ലോ. പെമ്പിളറെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇതും പറഞ്ഞിട്ട് ചക്ക ഇതൊന്നും മുലയൊന്നും മറ്റേന്നും പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് സാമാനം എടുത്ത് പുറത്തിടലും സാമാനം എടുത്ത് ഇതാക്കിയിട്ട് വിടലും ഇതെല്ലാം തന്നെ ഇവന്റെ പരിപാടികൾ. മനസ്സിലായോ? അപ്പൊ ഓൻ്റെ പൈസ ഉണ്ട്, ഓൻ്റെ ഫെയിം ഉണ്ട്, ഓൻ്റെ കൂടെ നിൽക്കാൻ 10,000 ആൾക്കാരുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് വരുന്നത് എന്തെല്ലാം അറിയോ? ഇന്നലെ ഇതിട്ടതിന് ശേഷം അങ്കെല്ലാം അത്രയും മെന്റലി ഉമ്മ വിളിച്ച് കരയലും മറ്റേതും മറിച്ചതും എൻ്റെ പെങ്ങളെ ഈ ടെൻഷനും നമുക്കും വീട്ടുകാരും ഇത് വല്ലതും ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചത്. എന്തോ ദൈവമായിട്ട് അള്ളായിട്ട് ആ വീഡിയോ കാണിച്ചതെന്ന്. അതും കൂടി ഇല്ലെങ്കിൽ പ്രശ്നമായേനെ. ആ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതാന്ന് എൻ്റെ പരിപാടി. അനാൻചാൻ്റെ ഇത് കണ്ട് വിടലും ഇങ്ങനെയല്ലാന്ന് ഗൈസ് ഇവൻ്റെ റിയൽ ഇത് സ്വഭാവം. മനസ്സിലായോ? അപ്പോൾ ഇനിയെങ്കിലും ഗൈസ് നിങ്ങളെ പെങ്ങളി ഇതിനും കൊണ്ട് ഇവൻ്റെ അടുത്തൊന്നും പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കല്ലേ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാ. നമുക്ക് ഇവൻ്റെ അത്ര പൈസയും ഇവൻ്റെ അത്ര സംഭവം ഇവൻ്റെ അത്ര ഫെയിമും ഇവൻ്റെ കൂടെ നിൽക്കുന്ന അത്ര ആൾക്കാരും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ പൈസ ഉള്ളതുകൊണ്ട് എല്ലാം മറിക്കാനും എല്ലാം തിരിക്കാനും എല്ലാം പറ്റും. നമ്മളതിലില്ല, സംഭവം സത്യമാണ്, നമ്മളതിലില്ല. അതുകൊണ്ട് നമ്മൾ ഇതായി. പക്ഷെ നമ്മളിങ്ങനത്തെ ചെറ്റത്തരം പറയില്ല. മനസ്സിലായി? അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ വിശ്വസിക്കും. ബാംഗ്ലൂർ ഇഷ്യൂ ഞാൻ പറയും. ഇവന് ഡ്രഗ്സ് കൊടുത്തു അതന്നെ. അതായത് ഇവൻ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞത്, ഇന്നലെ സോറി എന്നോടല്ല നിങ്ങളോട് എന്താ നീയാന്ന് പറഞ്ഞ കുണ്ണ പറഞ്ഞത്, ഡ്രഗ്സ് കൊടുക്കുന്നത്. അത് ഞാൻ ഒരു കാര്യം പറ്റും, നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ വീട്ടിലെ ഏറ്റവും വലിയ ആൾ ഓനും റാംബോ ആണ്. അപ്പൊ ഇവരെ സംഭവം ഇല്ലാണ്ട് എങ്ങനെയാ നമ്മൾ ഡെയിലി ഞാൻ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? അത് എങ്ങനെയാടാ ഞാൻ ചെയ്യുക? ഡെയിലി ഞാൻ ഇവനെങ്ങനെ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? ഇവനല്ലേ അത് ചെയ്യൂ, ഇത്രയും ചെയ്ത് ഇവനല്ലേ ഡ്രഗ് സപ്ലൈ ചെയ്യൂ. അല്ലാണ്ട് നമ്മളെങ്ങനെയാടാ ആ വീട്ടിൽ ഓനെ MDMA കേസ് പിടിച്ചാലടാ ഓന്റെ വണ്ടി അത് അവിടെ പോയിട്ട് കിടക്കുന്നത്. ആ വണ്ടി ഓന്റെ പേരിലായിക്കൊണ്ടാ അത് അങ്ങനെ പിടിച്ചോണ്ടാ രണ്ടാമത്തേത് എന്റെ പേരിലേക്ക്. അതിൽ നാളെ എന്തെങ്കിലും MDMA കൊടുത്തിട്ട് എന്നെ അകത്താക്കേണ്ട പരിപാടി ഒന്ന് നോക്കും. അതിനുള്ള ഇത് ഞാൻ വേറെ നോക്കിയിട്ടുണ്ട്. മനസ്സിലാ? ഇത് ബാക്കി ബാംഗ്ലൂർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവനക്ക് ഡ്രഗ്സ് തന്നു. അത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഇതന്നെടാ. ഞാൻ മൊത്തം പറയട്ടെ. ഈ ഇതന്നെ MDMA എന്നോട് പറയൂ. നമ്മളെന്തായാലും ബാംഗ്ലൂർ പോക്കല്ലേ, തട്ടിച്ചാ മോനെ മറ്റേതാന്ന് എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നു അല്ലേ? ഡ്രഗ് ടെസ്റ്റും കൊണ്ട് നമ്മൾ വരും. എല്ലാരും വരുന്നതായിരിക്കോട്ടാ. അടിപൊളി മുത്തേ കിടിലനാ മമ്മു. ഇതെല്ലാം യൂസ് ചെയ്ത മോനെ ലൈവിലെല്ലാം ഒരു പൊളി പൊളിക്കാം. എന്നോട് ഡെയിലി പറയുന്ന കാര്യ മമ്മു 2 പെഗ് അടിച്ച് ലൈവ് ചെയ്യുന്ന ഒന്ന് ഓണാകാം. ഇങ്ങനെ ഡൗൺ ആയല്ല റാംബോനെ വിട്. എന്നോട് പറയും നീ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പെഗ് അടിച്ച മുത്ത നീ ഭയങ്കര ഓണാണ്. ഇതെല്ലാം നാടെ സംഭവിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരത്തെ വിഷയം എന്ന് വെച്ചാല് ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത്, ഒറ്റക്ക് റൂമിലിട്ടിട്ട്. ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറയുന്നത്. കാരണം അത്രയും ഓൻ ഇങ്ങനെ പറയുന്നത്, എടാ നിനക്കൊരു പെണ്ണിനോട് സംസാരിക്കണം, നീ അത് അപ്പുറത്തെ ഒരു പെണ്ണതാ, നീ ഓളോട് എന്ത് സംസാരിച്ചോ. ഗൈസ് ഞാൻ സംസാരിക്കാൻ പോയത് ശരിയല്ല തന്നെയാ. അല്ലാണ്ട് കൈക്ക് പിടിച്ചതും ഓക്കെ ഓള് റൂമിലുണ്ടായത് ശരിക്കും വേറെന്തേ പറഞ്ഞു വരട്ടെ. അപ്പം ബാക്കി നന്ദനന്റെ കാര്യമെല്ലാം ഞാൻ അന്നേരം പറയാം. അത് ഇതാക്കും. മനസ്സിലായി? ഓലന്റെ കാര്യം പറയട്ടെ. ഫോൺ ടെക്ക് അടുക്ക ഞാൻ കാണിച്ചു കൊടുക്കട്ടാ. ഈ പറഞ്ഞ പോലെ ഇത് പറഞ്ഞു തീരട്ടെ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ തീർക്കുന്നു. ഞാൻ ഓളെ കേക്കൊന്നും കയറി പിടിച്ചാൽ ആരാ പറഞ്ഞ കേക്ക് കയറി പിടിച്ചേന്ന്? എനിക്ക് കയറി പിടിച്ചാൽ തന്നെ ഇവനില്ല ആ സമയത്ത്. ഇവനാണ് എന്നോട് പോവാൻ പറയുന്നത്. ഞാൻ ഒന്നുമില്ല, അനക്ക് അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. ഇവൻ പറഞ്ഞ് കാരണം ഓൾറെഡി എല്ലാം അടിച്ചാണത്. ആട് ഉണ്ടായ എല്ലാം കിണ്ടിയ അവിടെ പോയെ. ഇവന്റെ ഒരു മാമയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഓനാണ് നമ്മളെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഈ ഇവിടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോന്നത്. ഓനാണ് ഈ സാധനം അങ്ങ് എടുക്കുന്നത്. അതിന് ശേഷമാണ് ഈ MDMA കേസെല്ലാം വരുന്നത് കേട്ടാ. അത് നിങ്ങൾ ആലോചിക്കണം.
അപ്പൊ ഈ പെണ്ണിന്റെ കൈക്ക് ഇതൊന്നും ഞാൻ കയറി പിടിച്ചില്ല. ഞാൻ ഉള്ളിൽ പോയി സംസാരിച്ച്, അത്രേ ഉള്ളൂ. സംസാരിച്ച് ഞാൻ പിന്നെ ഒരു അതിന്റെ പവറിൽ ഞാൻ ഇറങ്ങി വന്ന് പിന്നെ ഞാൻ കുറെ കരഞ്ഞ്, നീ അത് ഇതാവൂല, എനക്ക് പെണ്ണൊന്നും സെറ്റ് ആവൂല എന്ന് പറഞ്ഞ് ഞാൻ കുറെ കരഞ്ഞ്, കുറെ എന്തെല്ലോ പറഞ്ഞ്. ആ ഒരു കേസാന്ന് ഇപ്പൊ ഞാൻ പെണ്ണിനെ കയറി പിടിച്ച്, ഞാൻ മറ്റേതാക്കി, ഞാൻ മറിച്ചേതാക്കി. എടാ തന്തൊക്കെ ഉറപ്പുണ്ടെ നീ തെളിയിക്കണം, ഈ കാര്യങ്ങളെല്ലാം നീ തെളിയിക്കണം. നീ അതെ പൈസ ഓക്കെ എടാ, പൈസ ഉള്ളതിന്റെ പവർ നീ കാണിക്കുന്നു. പക്ഷെ പൈസ ഇല്ലാത്ത നമ്മളെ പൈസ ഇല്ലടാ, നമ്മളെ പൈസ ഇല്ല. പക്ഷെ നമ്മളെ ഊമ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതെ തിരിച്ച് ഊമ്പിക്കും പറഞ്ഞാൽ ഊമ്പിക്കും. നീ കുണ്ണയാണെങ്കിൽ നമ്മൾ പരക്കുണ്ണിയായി മാറും. ഞാൻ കാര്യം പറയാം. ഇനി നമ്മൾ ഊമ്പിക്കാൻ വന്ന് നീ നാളെ എന്തായിരിക്കും അറിയാൻ വരുവാ, ഓ ഗൈസ് പച്ചക്കള്ളം. എന്ത് പച്ചക്കള്ളം മോനെ, എന്ത് നീ പച്ചക്കള്ളം എന്ന് പറയുന്നത്? ഉള്ള കാര്യം ആൾക്കാരോട് തുറന്നു പറയുമ്പോ ഇല്ലാത്ത പ്രൂഫ്, മറ്റേ പ്രൂഫ്, മറ്റവൻ ഇതാക്കിയതും പെണ്ണിനെ കയറി പിടിച്ചുള്ള പ്രൂഫെല്ലാം ഉണ്ടല്ലോ. എടാ നമ്മൾ ഇന്ന് കൊടുത്ത പ്രൂഫിന്റെ അത്ര നിന്റെ പ്രൂഫ് ഇല്ലടാ മുത്തേ. നമ്മൾ ഇന്ന് ഇതാ പട്ട പ്രൂഫ് ചെയ്താ വേണോ? ഇനി ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും ഇഷ്ടം പോലെ പ്രൂഫ് ഉണ്ട്. ഇനി നീ പ്രൂഫ് തെളിയിക്കെന്ന് പറഞ്ഞാൽ നീ അതെ പ്രൂഫിനെ അങ്ങ് അണ്ണാക്കൽ ഇട്ട് തരും നമ്മള്. കേട്ടാ ലിയ എന്ത് ലിയക്കല്ല എന്ത് ഈ ഈൽത്ത് എന്താ റോള്? ഒന്ന് പോയാട്ട മുത്തേ, ലിയക്കൊന്നും ഈൽത്ത് റോളില്ല കേട്ടാ. വെറുതെ ലിയനെ പേരും മറിച്ച് ഓളെ ആടെ പോയിട്ട് ഓളെ ഫോളോ ചെയ്ത് ഞാൻ കാര്യം പറഞ്ഞ കഴിഞ്ഞ് ഞാൻ പറയാം. ലിയനെ ആക്കിയ ആൾക്കാരും അത് വേറെ അല്ല പറയുമെല്ലാം പറഞ്ഞ അത് പറയണമെന്നില്ല, പറയണ. അപ്പോ റാംബോ മുത്തേ, നിന്നെ അടിക്കുന്ന ദേഷ്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. നീ എന്നെ അടിക്കുന്നോണ്ട് ഇതാക്കുന്നോണ്ടാന്ന് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി. നീ പേടിത്തൊണ്ടരാന്ന് മനസ്സിലായി. നീ കാരണം ഗൈസ് ഇതിന്റെ ഉള്ളില് റാംബോ നമ്മളെ ഭരിക്കും. പക്ഷെ നിങ്ങള് കാണുന്നത് റാംബോ ഭയങ്കര മാസവും ഞാനായിട്ടാണെങ്കിൽ ഷാജാന്റെ തന്തക്ക് ആക്കൂന്നല്ലേ പറഞ്ഞത്. ഷാജാങ്ക് ഞാൻ ഇങ്ങളെ വിളിച്ചതല്ല കേട്ടോ, അവൻ പറഞ്ഞ കാര്യം പറഞ്ഞത്. അപ്പോൾ ഷാജാങ്ക് വരുമ്പോ ഇവൻ ബാത്റൂമിന്റെ ഒളിച്ചഞ്ച് സീറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പേടിയുണ്ട്. എനിക്ക് എന്താ പറഞ്ഞാൽ ജിമ്മിൽ പോയി അവന്റെ തന്തം ഉണ്ട് ജിമ്മ് അതിന്റെ അടുത്ത്. ഫ്ലാറ്റ് ഏത് ഫ്ലാറ്റ്? ഒരു ഫ്ലാറ്റും ഇല്ല, ഒരു ജിമ്മും ഇല്ല. പേടിച്ചാടെ തൂറി നക്കി എന്ത് ക്രീം ബിസ്ക്കറ്റും ക്രീം പാനും നക്കും. അതേലും മോട്ടു പട്ടലും കണ്ടിരിക്കില്ല നീ നായിന്റെ മോന്റെ പണി ഈ റാംബോ എന്ന് പറഞ്ഞ. അപ്പൊ നല്ലോണം പറയുന്നില്ല. അപ്പൊ എന്റെ കാര്യങ്ങളും എല്ലാവരും അതേടാ ഷാജാൻ തന്നെ ഹീറോ, മൂപ്പറന്നെ പൊളി, മൂപ്പറന്നെ മാസ് കേട്ടില്ല. അല്ലാണ്ട് ഇവിടെ പേടിച്ച് നടക്കരുത്. എടാ പറയാൻ ധൈര്യം ഉണ്ട്, അത് ചെയ്യുന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മാസം എടുക്കുക കേട്ടടാ റാംബോ. ഇനിയിപ്പൊ നാളെ നീ മാസം എടുക്കും നീ ഇവനെല്ലാം വെച്ചിട്ട്. എടാ ആൾക്കാർക്ക് ഞാൻ അപ്പൊ അന്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ ഞാൻ നിർത്തിക്കോളാം, മതി. ഒരു അങ്ങനെ നിങ്ങൾ കണ്ടാ മതി, മനസ്സിലായോ? നമ്മളും നല്ലവനല്ല, ഓനും നല്ലവനല്ല. പക്ഷെ ഓന്റെ അത്ര ചെറ്റത്തരും ഇതും നമ്മൾ ജീവിതത്തിൽ ചെയ്തില്ല. നമ്മളെ കൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും മനസ്സിലാവും. മതി മതിയടാ, മതി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ബാക്കി സാധനങ്ങളും കൊണ്ട് നാളെ വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഒരു ശുഭരാത്രി പ്രതീക്ഷിക്കുന്നു. 10 ഗേൾസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്ന് പ്രൂഫ് കളക്ട് ചെയ്യാനുണ്ട്. പേര് മാറ്റുന്നുണ്ട്. ടാഗ് വിശ്വസിക്കുന്ന 10 പേര് നാളെ MRC പേര് മാറ്റിട്ട് കിടിലം പേരുമായിട്ട് വരും. 10 പേര് പൈസ ഉണ്ട്. വിശ്വസിക്കാനും ഓന്റെ പോയിമുഖം അറിയുന്നതും നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പൈസയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നമ്മള് ഓനെ പോലെ നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇപ്പൊ ആദ്യം എടുത്ത് വീഡിയോ കാണിച്ചാൽ പോരെ. നമ്മളിത് പ്ലാൻഡ് അല്ല എന്നുള്ള കാര്യം ആടെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായ പോരെ. നമുക്കുള്ള ഓഡിയോ ഫാബ്രിക്കേറ്റഡ് എല്ലാ സാധനമായിട്ടും വരും. നിങ്ങ നോയിക്കോ, എഴുതി വെച്ചോ, നാളെ വരും. ഇതൊന്നും ഉണ്ടാവും, ഇത് എപ്പോഴും ഉണ്ടാവും. അത് കണ്ടോ? അങ്ങനെ നമ്മളെ തുണ്ട് വീഡിയോ നീ ഇറക്കിക്കോ, നമ്മളെ തുണ്ട് വീഡിയോ ഇറക്കിക്കോ. ഒരു മൈരൂലടാ ആൾക്കാർക്ക് ഒരു ഇപ്പം പറയാ ഇത് 60%, ഇത് 60% ആയിനൊന്നൊക്കെ അറിയില്ല. ഇതാന്നുള്ളത് ഒരു 40% കുറച്ച് ബോംബ് ബാക്കിയുള്ളത് നാളെ തരും. മനസ്സിലായി? ബാക്കിയുള്ളത് നാളെ പ്ലാൻ ചെയ്ത് തന്നെ വന്നു തരണം. ഇതല്ല ഓൻ ചെയ്ത പോലെ തന്നെ
CR7 fans, thank you. അപ്പൊ ഓക്കെ അർജന്റീന വേൾഡ് കപ്പല്ലേ ഇല്ലാന്ന് അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കേണ്ട ഇതാണ് വരുന്നത്. മതി അപ്പൊ നാളെ ഇവര് വരട്ടെ, മറ്റന്നാൾ അതിന്റെ ഇപ്പറും ഉണ്ടാ. മതി ഗൈസ്. അപ്പൊ ഈ ഇവന്റെ സ്വഭാവം കുറച്ച് ആൾക്കാരും അറിയണം. ബൈ ഗൈസ്, ലവ് യു. പറഞ്ഞോടാ ബൈ. ഡബ്ല്യു ആണ് കൂടുതൽ മനസ്സിലായി, ആൾക്കാർക്ക് സത്യം മനസ്സിലായി. മനസ്സിലാക്കാൻ കൊല്ലായിട്ട് പറ്റിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതും പറ്റിക്കപ്പെടാൻ വിചാരിച്ചു. പക്ഷേ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ മൂഞ്ചിട്ടുണ്ടാവും. ഇനി നാളെ ഇതിനെല്ലാം എന്തല്ലോ ഇതും കൊണ്ട് വരുമായിരിക്കും ബെർട്ട്. പിന്നെ ഞാൻ കൊണ്ടൻ അതിനുള്ള തെളിവ് നീ കാണിച്ചിട്ട് നീ ബാക്കി വർത്താനം പറഞ്ഞാൽ മതി കേട്ടോ. മൈര പറഞ്ഞ ആൾക്കാര് ബൈസെക്ഷൽ കേട്ടാ. ശരി ഗൈസ്. അപ്പൊ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് LUB പണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസെക്ഷൽ ആണെന്ന്. അത് ആരെ യൂസ് ചെയ്യുന്ന പറഞ്ഞ ഇപ്പൊ വിശ്വാസമായ വെറുതെ പറഞ്ഞല്ല. ഫുൾ സപ്പോർട്ട് നിങ്ങൾ ന്യൂട്രലിന്റെ കാര്യം പിന്നെ പറയാം. മതി. തൂങ്ങി മരിക്കുന്നല്ല ആരാന്ന് നമുക്ക് കാണാം. മനസ്സിലായി. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. നമ്മള് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ കുറച്ച് ആൾക്കാര് വിശ്വസിക്കണമെന്നേ ഉണ്ടായുള്ളൂ. അത് മതിയടാ. എന്തുകൊണ്ട് ഇറങ്ങിയത് ഒരു ചോദ്യം ഉണ്ടായിട്ടില്ലേ? എന്തിനാ ഇറങ്ങിയത് ഇന്നത്തെ ലൈവ് മനസ്സിലായോ? എന്തിനാ ഇറങ്ങിയെന്ന് മനസ്സിലായല്ലോ. എന്തിനാ ഇറങ്ങിയെന്ന് മനസ്സിലായല്ലോ. നമ്മള് വെറുതെ ഇറങ്ങിയല്ല. മനസ്സിലായില്ലേ? ഇറങ്ങിയാലും വിശ്വസിക്കൂല. ഓഡിയോ ചോദിച്ച ആൾക്കാരെ നിങ്ങള്, ഓഡിയോ കേട്ടിട്ടും വീഡിയോ ചോദിച്ച ആൾക്കാരാണ് നിങ്ങള്. അപ്പൊ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇത്രയെങ്കിലും ചെയ്യണം. മനസ്സിലായോ? എടാ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ വീഡിയോ കൊടുക്കുക? ഓന് ഇമാതിരി ചെറ്റത്തരം ചെയ്യുമ്പോ നമ്മള് ക്യാമറയും കൊണ്ട് പോയി കൊല്ലൂല നമ്മളെ. കൊല്ലല്ലേ രമേശ് സാറെ ഓപ്പറേഷൻ തൂഫാൻ ഇവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഒരു വർഷത്തെ ഞാനും ഞാൻ കഞ്ചാവ് ബാക്കി നാളെ മതി. ബാക്കി നാളെ കിക്കിക്കാണ് ഗൈസ്. അപ്പൊ